അതെ, ഇന്ന് കായ ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. മലേഷ്യയിലും സിംഗപ്പൂരിലും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. 2 ടോസ്റ്റഡ് ബ്രെഡിൽ കായ ജാമും തിക്ക് സ്ലൈസസ് ഓഫ് ബട്ടറും വെച്ച് 2 ഹാഫ് ബോയിൽഡ് എഗ്ഗും കോപ്പി അഥവാ സ്ട്രോങ് കോഫിയും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് സെർവ് ചെയ്യുന്നത്. കോക്കനട്ട് ക്രീമും കോക്കനട്ട് ഷുഗറും എഗ് യോക്കും കൂടി തിളപ്പിച്ച് കുറുക്കിയാണ് കായ ജാം ഉണ്ടാക്കുന്നത്. കൂടെ പാൻഡൻ ലീഫ് അഥവാ ബിരിയാണി കൈതയിലയും ഇടുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഈ കായ ജാം ആമസോണിലും മറ്റും നമുക്ക് ഓൺലൈനായും വാങ്ങിക്കാൻ കിട്ടും. ബാച്ചിലേഴ്സിനും ബിസി ബീസിനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് ഇത്. കായ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. ഇനി ഹാഫ് ബോയിൽഡ് എഗ്ഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ 6 കപ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കുക. സ്റ്റൗ ഓണാക്കി വെള്ളം നന്നായി വെട്ടിത്തിളയ്ക്കുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുക. എന്നിട്ട് മുട്ട ഓരോന്നായി ഒരു തവി ഉപയോഗിച്ച് തിളയ്ക്കുന്ന വെള്ളത്തിലിടുക. എന്നിട്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് പാത്രം മൂടി വെക്കുക. 6-7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓരോ മുട്ടയും ഐസ് വാട്ടറിലേക്ക് പെറുക്കിയിടുക. ഇങ്ങനെ ചെയ്യുന്നതിനാൽ മുട്ട തുടർന്ന് ഹാർഡാവുകയില്ല. ഇനി നമുക്ക് കോപ്പി അഥവാ സ്ട്രോങ് കോഫി ഉണ്ടാക്കാം. 1 കപ്പ് വെള്ളം തിളപ്പിച്ചതിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് തിളപ്പിച്ച് മൂടി വെച്ചിട്ട് അരിച്ച് ഒരു കപ്പിലേക്ക് മാറ്റുവാണ്. മധുരം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഹാഫ് ബോയിൽഡ് എഗ്ഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. മുട്ട പൊട്ടിച്ച് ഉടനെ തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്ലേറ്റിലോട്ട് വീഴും. ഇനി നമുക്ക് സോയാ സോസ് ചേർക്കാം. ഈ ഒരു ഫ്ലേവറിങ് വളരെ നന്നായിട്ട് മാച്ചാവും. ഇത് സോയാ സോസിന് ഉപ്പ് ചേരുന്നത് കൊണ്ടും അതിൻ്റെ ആ ഫ്ലേവർ വരുന്നതുകൊണ്ടും മുട്ടയുടെ കൂടെ നല്ല മാച്ചിങ് ആണത്. പിന്നെ നമുക്കതിൻ്റെ കൂടെ വൈറ്റ് പെപ്പർ പൗഡറും കൂടെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. ഇനി നമുക്കിത് കഴിക്കാം. ഓരോ ബ്രെഡ് ടോസ്റ്റും മുട്ടയിൽ മുക്കി കാപ്പി കൂട്ടിയാണ് കഴിക്കേണ്ടത്. വളരെ ടേസ്റ്റാണിത്. വളരെ കംഫോർട്ട് ഫുഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.